സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളം ഈ മാസം 29-ന് നിയമസഭയിൽ പ്രമേയം കൊണ്ടുവരും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ എസ്ഐആറിനെതിരെ സിപിഎമ്മും കോൺഗ്രസും രംഗത്തെത്തി. ബീഹാർ മാതൃക നടപ്പാക്കാനാകില്ലെന്ന് സിപിഎം പ്രതിനിധി എം വി ജയരാജൻ പറഞ്ഞു. 2024-ലെ വോട്ടർ പട്ടിക അടിസ്ഥാന രേഖയാക്കണമെന്ന് PC വിഷ്ണുനാഥും ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നതിന് മുൻപ് 5 ജില്ലകളിൽ കലക്ടർമാർ യോഗം നടത്തിയതിലും വിമർശനമുണ്ട്. ഇരട്ട വോട്ട് ചേർത്തെന്ന ആരോപണത്തിന് പരിഹാരം SIR ആണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ യോഗത്തിൽ വിശദീകരിച്ചു. ലഭിച്ച അനുബന്ധ രേഖകൾ അത് ബീഹാറിലേതാണ്. ബീഹാർ മാതൃകയൂടെ നടപ്പാക്കാനാണെങ്കിൽ അത് നമുക്കൊട്ടും യോജിക്കാൻ കഴിയില്ല. 65 ലക്ഷം വോട്ടർമാരെ, നിലവിലുള്ള വോട്ടർ പട്ടികയിൽ പേരുള്ളവരെ, ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡ് ലഭിച്ചവരെ അവിടുന്ന് പുറത്താക്കാനായിരുന്നു നീക്കം. യോഗ്യമായ പ്രശ്നമുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നു നിൽക്കുകയാണ്. ഇനി നമ്മൾ അതിനകത്ത് നിങ്ങൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഫ്യൂച്ചറിലേക്കാണെങ്കിലും വെക്കാനുള്ളൊരു നിർദ്ദേശം, ഒരു കാരണവശാലും 2002-ലെ 23 വർഷം പഴക്കമുള്ള വോട്ടർ പട്ടിക ബേസ് ഡോക്യുമെന്റ് ആക്കരുത്. അതിന് ഏറ്റവും അവസാനത്തെ വോട്ടർ പട്ടിക ബേസ് ഡോക്യുമെന്റ് ആക്കണം എന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. വിജിൻ വായന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയുള്ള നിലപാട് യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ വ്യക്തമാക്കുകയാണ്. ഇന്ന് യോഗത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായത്? യോഗം പുരോഗമിക്കുകയാണോ? ജിൽസി, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. BJP ഒഴികെയുള്ള മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും SIR നടപ്പിലാക്കുന്നതിനെ എതിർത്താണ് യോഗത്തിൽ സംസാരിച്ചത്. ഒപ്പം തന്നെ ഈ 2002-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ഇങ്ങനൊരു SIR നടപ്പിലാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണം എന്നുള്ള ആവശ്യമാണ് CPM ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും ആവശ്യപ്പെട്ടത്. ഒപ്പം തന്നെ നടപ്പിലാക്കുകയാണെങ്കിൽ അത് 2024-ൽ അവസാനം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി വേണം അത് നടപ്പിലാക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് SIR നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്തിരിയണം. ബീഹാറിൽ കണ്ടതാണ്, ഒരുപാട് ആളുകളെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്ന ഒരു നിലയാണ് ബീഹാറിൽ SIR നടപ്പിലാക്കിയപ്പോൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെ ഒരു നീക്കം അത് കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്നുള്ള കാര്യമാണ് MV ജയരാജനും ഒപ്പം തന്നെ PC വിഷ്ണുനാഥും ലിജുവും ഒക്കെ ചൂണ്ടിക്കാട്ടിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യത്തിൽ പറഞ്ഞത് ഈ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഒക്കെ മിനിറ്റ്സായി രേഖപ്പെടുത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യും എന്നുള്ള കാര്യമാണ്. BJPയുടെ പ്രതിനിധി B ഗോപാലകൃഷ്ണൻ SIR നടപ്പിലാക്കണമെന്നും വോട്ടർ പട്ടികയിൽ സമഗ്ര പരിഷ്കരണം ഉണ്ടാകണമെന്നുള്ള കാര്യം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒപ്പം MV ജയരാജൻ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും വ്യക്തമാക്കിയത് നിയമസഭ തന്നെ അടുത്ത 29-ാം തീയതി ചേരുമ്പോൾ ഈ SIRനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിൽ എങ്ങനെ SIRമായി മുന്നോട്ട് പോകാൻ ഇങ്ങനെയൊരു യോഗം വിളിക്കുന്നു? ഒപ്പം തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കുന്നതിന് മുമ്പ് തന്നെ 5ഓളം ജില്ലകളിൽ ജില്ലാ കളക്ടർമാർ പ്രത്യേകം BLOമാരുടെ ഉൾപ്പെടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ നടപടികളുമായി മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്തു എന്നുള്ള വിമർശനവും യോഗത്തിൽ ഉയർന്നു. എന്തായാലും SIR നടപ്പിലാക്കേണ്ടതില്ല എന്നുള്ള ഒരു പൊതുവികാരമാണ് BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ സ്വീകരിച്ചത്. ശരി.